നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. രാഷ്ട്രീയവും സിനിമയും എല്ലാം കൂടി ചക്ക കുഴയും പോലെ കുഴഞ്ഞ് വർത്തമാനകാല കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതു സമയം പിടിക്കപ്പെടാം, പക്ഷേ നമ്മളിത് ചിത്രീകരിക്കുന്ന ഈ സമയം വരെയും, വെള്ളിയാഴ്ചയാണ് ഇത് ചിത്രീകരിക്കുന്നത്, ഞായറാഴ്ച വരാനായിട്ട്, ഈ സമയം വരെയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ MLA അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ കോടതിയിൽ കീഴടങ്ങിയിട്ടുമില്ല. തിരുവനന്തപുരത്ത് ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സിനിമയിലുള്ള ഒരു നടിയെ എനിക്കറിയാം, നമ്മൾ ഇതിന് പേര് പറയുന്നത് ശരിയല്ലോ, ഒരു നടിയുടെ കാറും കൊണ്ടാണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ നടിയും ഇയാളുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയും ചിന്തിക്കാം. കാരണം എന്താ പറയുക, ഇവിടെ ഒരുപാട് പേര് പീഡന കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നൊട്ടോറിയസ് ക്രൂവലായ ഒരുത്തൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ പീഡിപ്പിച്ചതിൽ ഒന്ന് എൻ്റെ സഹോദരിയായിട്ടായിരുന്നു. സത്യമായിട്ട് ഞാൻ അവനെ വെട്ടിക്കൊന്നുള്ളത് തന്നെ, ഇഞ്ചിഞ്ചായിട്ട് കൊന്നുള്ളത് തന്നെ. കൊന്നില്ല എങ്കിലും അവൻ്റെ ആവശ്യമില്ലാത്തൊരു സ്ഥലം ഞാൻ അരിഞ്ഞുള്ളത് തന്നെ. എനിക്ക് അത്ര ദേഷ്യം വരുന്നു. എങ്ങനെ പെൺകുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ തോന്നുന്നു? അങ്ങനെയുള്ളൊരു എംബോക്കിക്ക് സപ്പോർട്ട് ചെയ്യാൻ സിനിമയിൽ നിന്ന് തന്നെ പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ, ആ എറണാകുളത്തുള്ള സീമാജി നായരാണെങ്കിൽ വിളിയടാ, തെറി വിളിയടാ, ആര് വിളിച്ചാലും എനിക്ക് പുല്ലേ മാത്രമടാ, വിളിയടാ എന്ന് പറഞ്ഞിട്ട് വടി കൊടുത്തടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു സീമയെ വിളിച്ചെന്ന് പറഞ്ഞാലോ, സീമ എന്ത് ചെറ്റത്തരാ നീ കാണിക്കുന്നത്. പിന്നെ വിചാരിച്ചു എന്തിനെന്നേ, അത് അവരെ സ്വാതന്ത്ര്യമല്ലേ. ഞാൻ വ്യഭിചരിച്ച് കിടക്കുന്നവൻ്റെ കൂടെ കൂട്ടുകൂടുള്ളൂ എന്ന് വാശി പിടിച്ചാൽ നമ്മൾ അതിനെ എതിർക്കാൻ പാടില്ല. ഒരേ തൂവൽ പക്ഷികളായിട്ട് നടക്കുന്നവരായിരിക്കാം ചിലപ്പോൾ. അതുപോലെ തന്നെ ഈ കാറ് അവളും ഇയാളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ കാണും. തുടരട്ടെ. എവിടെയെങ്കിലും വെച്ച് വാളെടുത്തവൻ വാളാലെന്ന് പറയും പോലെ ഈ നടിക്ക് എവിടെയെങ്കിലും വെച്ചൊരു പണി കിട്ടുമ്പോൾ ശരിയായിക്കൊള്ളും. ഇങ്ങനെ ഒളിവിൽ പോകാനൊക്കെ കാറ് കൊടുത്താൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടോയെന്നും എനിക്കറിയില്ല, കേസെടുക്കാൻ വകുപ്പുണ്ടോയെന്നും അറിയില്ല. എന്നാലും സമ്മതിക്കണം. ഇത്ര ഇപ്പം തൽക്കാലം പറയുന്നുള്ളൂ. നമസ്കാരം. നമ്മുടെ പുതിയ സിനിമാ വാരഫലത്തിലേക്കാണ്. ആമുഖത്തിൽ പറഞ്ഞതുപോലെ സംഭവബഹുലമാണ് സിനിമാ രംഗവും രാഷ്ട്രീയ രംഗവും കേരളവും ഒക്കെ. ഒപ്പം തകർത്ത മഴയും. പണ്ട് സക്രിയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബുദ്ധിജീവികളെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്. സക്രിയ കാണുമ്പോഴൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ബഹുമാനം തോന്നാറുണ്ട്. ഇവിടുത്തെ ബുദ്ധിജീവികളെ കൊണ്ട് ഒരു പുല്ലിനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് 100% ശരിയായ ചോദ്യമാണ് സക്രിയ സാർ ചോദിച്ചത്. രാഷ്ട്രീയത്തിലും സിനിമയിലും കാമപ്രാന്തന്മാരും മാനം വിറ്റ് കാശുണ്ടാക്കി കിയ കാറും മണിമാളികയും ഒക്കെ പെട്ടെന്നുണ്ടാക്കുന്ന പെണ്ണുങ്ങളും ഏറി വരുന്ന കാലമാണ്. കാരണം പണ്ട് നാണം എന്നൊരു വികാരം ഉണ്ടായിരുന്നു, ഇപ്പം അതില്ലല്ലോ. കാശുണ്ടാക്കിയാൽ അന്തസ്സായിട്ട് കിയ കാറിൽ, ഇപ്പോൾ കിയയാണ് സിനിമാക്കാരുടെയൊക്കെ, അതിൽ വന്ന് ഈ അമ്മ മീറ്റിങ്ങിനൊക്കെ വന്ന് ഇറങ്ങുമ്പം കണ്ടില്ലേ, ആനയിച്ചുകൊണ്ട് പോകാൻ യൂണിഫോം ഇട്ട് 5-6 പേര്, പിന്നെ ചില പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ, കുറേ യൂട്യൂബർമാരെല്ലാം കൂടി ഇങ്ങനെ എടുത്തുകൊണ്ടല്ലേ പോണ കൂതറകളെ. ഞാൻ ഇത് കാണുമ്പോൾ ആലോചിക്കും അവനൊക്കെ എത്ര വിഡ്ഢികളാണെന്ന്. അങ്ങനെ വഴിവിട്ട് ജീവിച്ച് കാശുണ്ടാക്കുന്നവർക്ക് ഇപ്പം നല്ല വിലയാണ് സമൂഹത്തിൽ. എൻ്റെ ഗുഡ് ബുക്കിലുള്ള ഒരു നടി മോശം എന്ന് അവർക്ക് തോന്നാവുന്ന ഒരു വാക്കോ നോട്ടമോ തലോടലോ ഉണ്ടായാൽ കരണക്കുറ്റിക്ക് പരസ്യമായിട്ട് അടിക്കുമായിരുന്നു. എൻ്റെ സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നൊരു നല്ല നടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളോട് സംസാരിക്കാൻ മാത്രമായിട്ട് ഞാനൊരു സിം എടുത്തു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഫോൺ വിളിച്ചാൽ ഫോൺ വയ്ക്കില്ല. അപ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ വിളിക്കണമെങ്കിൽ മുടിഞ്ഞ എങ്കേടായിരിക്കും. അപ്പം ഞാൻ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഒരു നിവൃത്തിയില്ല കേട്ടോ നിൻ്റെ പെമ്പറതാരെ കൊണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം,
അവനാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവൾക്ക് വേറൊരു സിം എടുത്ത് കൊടുക്കട്ടെ, അതിൽ ചേട്ടനെ അല്ലാതെ ആരും വിളിക്കരുത് എന്ന് പറയാം. ഞാൻ ആയിക്കോട്ടെ. അങ്ങനെ എനിക്കും അവൾക്ക് സംസാരിക്കാൻ മാത്രമായിട്ട് ഒരു സിം വരെ ഉണ്ടായിരുന്നു. അത്രയും എനിക്ക് ബഹുമാനവും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ള പെൺകുട്ടിയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാവ് കെ മുരളീധരൻ്റെ പെങ്ങളെയോ അംബികാരാധമാരുടെ കൂടെ പിറന്ന മല്ലികയോടോ ഈ പ്രോഗ്രാം കാണുന്ന ആർക്കെങ്കിലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ നിങ്ങളുടെ സീരിയലിൽ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ചെകിട്ടത്തിട്ടടിക്കുന്ന ഒരു യുവ നടിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു നോക്കണം. അവർ പറഞ്ഞു തരും ഞാൻ ഈ പറയുന്ന നടിയെപ്പറ്റി. അവൾ ഒരു സീരിയലിൽ അഭിനയിക്കാനായിട്ട് തലസ്ഥാനത്തെത്തി. പ്രശസ്തമായ ഒരു സ്റ്റുഡിയോ ഉടമയായ നിർമ്മാതാവായ സംവിധായകനായ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു മകൻ നിർമ്മിക്കുന്ന സീരിയലിൽ അഭിനയിക്കാനായിട്ടാണ് വന്നത്. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അതാ വരുന്നു മറ്റൊരു ഓഫർ. ആ നിർമ്മാതാവിൻ്റെ അനുജൻ്റെ ഒരു ഭക്തി സീരിയലിൽ, ദുർഗ ദേവിയൊക്കെ ഉള്ള ഭക്തി സീരിയലിൽ ഒരു വേഷമുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വരുന്ന ഭർത്താവ് ആ വേഷവും കയറി ഏറ്റു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിന് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇതിന് 10 ദിവസത്തേക്കാണ് വന്നതെങ്കിൽ 5 ദിവസം കൂടെ ചെയ്യുമ്പോൾ 15 ദിവസത്തെ പൈസ കിട്ടില്ലേ. ഈ ഭർത്താവും വളരെ മാന്യനാണ്. അയാൾ ഇവർക്ക് താമസിക്കാൻ കൊടുത്തിരിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇവരെ കൂടെ സെറ്റിൽ പോവുക, വല്ല വായു നോക്കിയുടെയും കൂടെ വായ അടിച്ചുകൊണ്ടിരിക്കുക, അതിനൊന്നും അയാളെ കിട്ടില്ല. അല്പം വായനാശീലമുള്ള, അല്പം എഴുത്തിൻ്റെ അസ്കിതയുള്ള ഒരു നല്ല മനുഷ്യനാണ്, എനിക്കൊരു അനിയനെ പോലെ. അപ്പോൾ ഭർത്താവ് കയറി ആ രണ്ടാമത്തെ സീരിയലിലും കയറി എഗ്രി ചെയ്തു. ഭക്തി സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് അത് സംവിധാനിക്കുന്നത് പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ, പ്രായമൊന്നും പ്രശ്നമല്ല, പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ ചാടിക്കമഴ്ന്ന് വീഴുന്ന ഒരലവലാതിയാണ് സംവിധായകൻ. സിനിമയിലും സീരിയലിലും ഒക്കെ ഇതാണ് അയാളുടെ ബ്രാൻഡ്. പറ്റിയ അബദ്ധം ഭർത്താവ് എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ നമുക്കൊരബദ്ധം പറ്റി. ചേട്ടെന്ത്? അല്ല, അവൾ പോയിരിക്കുന്നതേ ആ പറഞ്ഞ ഭക്തി സീരിയൽ എന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യുന്നത് മറ്റേ ആ കാമപ്രാന്തൻ സംവിധായകനാണ്. ഞാൻ അതിന് നിനക്കെന്ത്? ഒരു പ്രശ്നവുമില്ല, അവളോട് വേണ്ടാതെ ഇനം കാണിക്കില്ല, അഥവാ കാണിച്ചാൽ അവൾ കൊടുക്കും ചെവിളക്കി. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വല്ല പ്രശ്നം നിനക്ക് സംശയം തോന്നുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ കൂടെ ലൊക്കേഷനിലേക്ക് പോകുമോ? ഭർത്താവ് അവളുടെ മാന്യനായിട്ട് എൻ്റെ പറഞ്ഞു, ഞാൻ സെറ്റിലൊന്നും കൂടെ പോകില്ല, അപ്പം നീ ധൈര്യമായിട്ടിരി, അവൾക്ക് ഒരു ചുക്ക് സംഭവിക്കില്ല. ആദ്യ ദിവസം പുണ്യപുരാണ സീരിയലാണ് എടുക്കണേ, അതിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിനടുത്തുള്ള ഒരു സീരിയലുകാർ സ്ഥിരം താമസിക്കുന്ന ഒരു ഹോട്ടലിലാണ് ഇവർ താമസിക്കുന്നത്. വന്ന വാക്കിൽ ബാഗും ഇതൊക്കെ ഇട്ടിട്ട് ഒരു അല്പം എക്സെൻട്രിക്കാണ് ഈ നടി. 2 പിരി പോയോ എന്ന് നമുക്ക് സംശയം തോന്നും. നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ പൊട്ടിച്ചിരിക്കും, പതുക്കെ പറയാനേ അറിയില്ല. വന്ന വാക്കിലെ ബാഗും കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പറഞ്ഞു, ഞാനൊന്ന് മേലെ ഇഴട്ടെ, വന്നിട്ട് എനിക്കൊരു വിശേഷം പറയാനുണ്ട്. അവർ കുളിക്കാൻ കയറി. അപ്പോൾ ഭർത്താവ് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഭാര്യയുടെ ഫോണിൽ മെസ്സേജ് വരുന്ന അതിൻ്റെ മ്യൂസിക്കോ എന്തോ കേട്ടു. ഇയാൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ അലസനായിട്ട് ഭാര്യയുടെ ഫോണെടുത്ത് എന്ത് മെസ്സേജ് എന്ന് നോക്കി. ഈ പെണ്ണുപിടിയ സംവിധായകൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ട് വീട്ടിൽ ചെന്ന് തുണി മാറി പോലും കാണില്ല, അവിടെ ഇരുന്നുകൊണ്ട് അയച്ചതാണ് മെസ്സേജ്. ഭർത്താവ് മെസ്സേജ് വായിച്ചു. സോറി, വേദനിച്ചോ? നാളെ വേദനിപ്പിക്കാതെ ഉമ്മൻ തരാം. ഇതാണ് മെസ്സേജ്. ഓയ്യോ, ഒരു ഭയങ്കര കൂതറയാണ് കേട്ടോ. ഞാൻ ഫെഫ്കയിലുള്ളപ്പോൾ എത്ര കംപ്ലൈൻറ്റ് എന്നറിയോ വന്നേ. മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ച ഒരു പെൺകുട്ടി സീരിയലിൽ അഭിനയിക്കാൻ പോയി ഇതുപോലെ തന്നെ ഡിന്നറിന് ക്ഷണിച്ചിട്ട് ഇവൻ കാണിച്ച തെമ്മാടിത്തരം പരാതിയായിട്ട് അമ്മയിൽ ചെല്ലുക, അമ്മയെടുത്ത് ഫെഫ്കയ്ക്കാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇവനെയൊന്നും ഫെഫ്കയിലൊന്നും വച്ചേക്കരുതെന്ന് ഞാൻ അടച്ചു പറഞ്ഞു. കാരണം അത്ര എനിക്ക് ഇഷ്ടമല്ല അവനെ. കാരണം പെണ്ണെന്ന് വ്യഭിചരിക്കുന്നവരൊക്കെ ഒരുപാട് സിനിമയിലുണ്ടെന്ന്, ഒരുപാട് പേർ, 10% പോലും ഇല്ല മാന്യരായവർ. പക്ഷേ യവ അതിൻ്റെയൊക്കെ പീക്കാണ്. ഏത് പ്രായമായാലും മതി കേട്ടോ, പെണ്ണായിരുന്നാൽ മാത്രം മതി.
ഭർത്താവ് ആ മെസ്സേജ് കണ്ട് കിടുങ്ങിയതറിയാതെ ഭാര്യ മേല് കഴുകിയിട്ട് പുറത്തേക്ക് വന്നതും അയാൾ കൈമുറുക്കി മുഖത്തൊരൊറ്റ ഇടിയിടിച്ചു കൊടുത്തു കവളത്ത്. പിറ്റേന്ന് ഭയങ്കരമായിട്ട് വീങ്ങിപ്പോയി. എന്നിട്ട് ആ ഫോണ് വായിക്കാൻ കൊടുത്തു. വായടി എന്ന് പറഞ്ഞ മെസ്സേജ് വായിക്കാൻ കൊടുത്തു. അപ്പോഴാണ് നടി ഫ്ലാഷ് ബാക്കിലേക്ക് പോയത്. പാവം, അവൾക്ക് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഗ്രാജുവലായിട്ട് അത് കൂടി 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 വരികയാണ്. അവസാന ഷോട്ട് കഴിഞ്ഞതും എല്ലാവരും ഓടിപ്പോകാനായിട്ട് ഫ്ലോറിലെ ലൈറ്റുകൾ അണഞ്ഞതും ഒന്നിച്ചായിരുന്നു. ലൈറ്റ് അണഞ്ഞതും ഈ കാമപ്രാന്തൻ നടിയെ കെട്ടിപ്പിടിച്ച് എവിടെ കിട്ടിയോ അവിടെ ഒരു ഉമ്മം വെച്ചങ്ങ് കാച്ചി. നടി ഞെട്ടി. കാഴ്ച പ്രശ്നവും ലൈറ്റ് അണഞ്ഞതും ഒന്നും നോക്കാതെ ഒരു കൊടുങ്കാറ്റ് പോലെ നടി പുറത്തേക്ക് ഓടി. ഈ ഓടുന്നതിനിടയിൽ അവിടെ ലൈറ്റ് ഇരിക്കുകയാണ്, തേങ്ങ ഇരിക്കണം ഒന്നും നോക്കില്ല, ക്യാമറ ഇരിക്കണം ഒന്നും നോക്കില്ല. എല്ലാത്തിനും തട്ടി മറിച്ചിട്ട് ലൈറ്റൊക്കെ പൊട്ടി. തട്ടി മറിച്ചിട്ടുകൊണ്ട് ഇവർ അലറി വിളിച്ചുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് പോയി. ഇവരുടെ അലർച്ച കേട്ടപ്പോൾ വീണ്ടും ജനറേറ്ററിൽ നിന്ന് ലൈറ്റ് ഓണായി. അപ്പോൾ ലൈറ്റ് ഓണായപ്പോൾ എന്ത് പറ്റി കേട്ടാൽ ചുറ്റും നിൽക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് ഓരോരുത്തരെയായിട്ട് തനിക്കുള്ള കാഴ്ച വെച്ച് നടി ശ്രദ്ധിച്ചു. ഇവരിൽ ആരോ ഒരുത്തനാണ് എന്നെ കയറി പിടിച്ചതെന്ന് അവർക്കറിയാം, പക്ഷേ കണ്ടെത്താനായില്ല. കാറ് വന്നു, ഒന്നും സംഭവിക്കാതെ കയറി റൂമിലെത്തി. വിശേഷം പറയാമെന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടാണല്ലോ അവർ മേല് കഴുകാൻ കയറിയത്. അപ്പോഴാണ് മറ്റേ കാമഭ്രാന്തൻ വേദനിപ്പിക്കാതെ നാളെ ഉമ്മൻ തരാമെന്ന് മെസ്സേജ് അയച്ചതും ഭർത്താവ് വായിച്ചതും മുഖത്തിട്ട് ഇടിച്ചതും. അവിടെ തീർന്നു ആ നടിയുടെ സീരിയൽ അഭിനയം. അവിടെ അവസാനിപ്പിച്ച്. ഒരുപാട് പേര് കാലെ പിടിച്ച് നോക്കി ഈ വിവരം അറിഞ്ഞിട്ട്. ഇയാളെന്തെന്ന് വെച്ചാൽ ആദ്യം ഉമ്മ വയ്ക്കൂ എന്ന് പറഞ്ഞ സംവിധാനം വിളിച്ചിട്ട് അയാൾ മലയാളത്തിൽ തറ പറ കഴിഞ്ഞ് എന്തെല്ലാം ചീത്ത പഠിച്ചോ അത്രയും തെറിയും വിളിച്ചു. എൻ്റെ കൈ കിട്ടാൻ നിൻ്റെ കൈയും കാലും ഞാൻ അടിച്ചു കൊടുക്കടാ മറ്റവനെന്ന് പറഞ്ഞ് വിളിക്കാവുന്ന ചീത്തയൊക്കെ വിളിച്ചു. വളരെ മാന്യനായ ചെറുപ്പക്കാരൻ. എന്നിട്ട് അയാൾ ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു, ഈ സ്റ്റുഡിയോ ഓണറിൻ്റെ മകനെ. അയ്യോ അങ്ങനെയൊന്നും പറയരുത്, മറ്റാണ് മറിച്ചാണ്, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വരാമെന്ന്. അയാളും ഹോട്ടൽ മുറി ചെന്ന് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി. ഇനി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ അഭിനയം നിർത്തി. ഇപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയുള്ള അലവലാദികൾ ഇഷ്ടംപോലെ ഉണ്ടെന്നേ സിനിമയിൽ. എത്ര നാണം കിട്ടാലും പഠിക്കാത്തവന്മാർ. ഇതൊക്കെ എന്നെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ലസിത നായർ എന്ന മഹിളാ അസോസിയേഷൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാചകം മലയാള മനോരമ ഫേസ്ബുക്കിൽ നല്ല ഡിസൈനൊക്കെ ചെയ്ത് വിട്ടത് വായിച്ചപ്പോഴാണ്. ഇങ്ങനെയൊക്കെയുള്ള കിട്ടിയ മനോരമ വിടുമോ? പാർട്ടിക്കാരിയല്ലേ, കമ്മ്യൂണിസ്റ്റുകാരിയല്ലേ. അളന്നു കുറിച്ച തീവ്രത എന്നാണ് തലക്കെട്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തീവ്ര പീഡനവും നടൻ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനവുമെന്നാണ് ലസിത നായർ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഇവരിങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എഴുതി വിടണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. പാർട്ടി വാണിംഗ് കൊടുക്കേണ്ടതാണ്. വ്യഭിചാരത്തിൽ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതുമുണ്ടോ? ഇവൻ ചെയ്തത് ചെമ്മാടിത്തരമാണ്. ഒരു കുട്ടിയെ സ്നേഹിച്ച് കെട്ടിക്കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക. അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് എനിക്കൊരു കുട്ടി വേണം, ഗർഭിണിയാകുക എന്ന് പറഞ്ഞ് ഗർഭിണിയാക്കുന്നു. ഗർഭിണിയായി എന്നുള്ള വിവരം വിളിച്ചു പറയുമ്പോൾ അങ്ങോട്ടേ ഞാൻ വരുന്നിടത്തേക്ക് അവൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പോൾ അവൻ തീവ്രത കൂടിയവൻ തന്നെ. പക്ഷെ നമ്മൾ ഈ ലസിത നായരെ പോലുള്ളവർ ഇങ്ങനെയൊന്നും എഴുതി ന്യായീകരിക്കാൻ പോകരുത്. കുറഞ്ഞ പീഡനവും തീവ്രത കൂടിയ പീഡനവും എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. അവർ പറഞ്ഞതായിട്ടാണ് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് മനോരമ വിട്ടിരിക്കുന്നത്. കാരണം ആർക്കെങ്കിലുമൊക്കെ തെറി വിളിക്കണമെങ്കിൽ വിളിച്ചോ എന്നുള്ളതിനാണ്. മനോരമയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. പറയാൻ അറിയില്ലെങ്കിൽ ലസിതമാർ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പീഡനങ്ങളിൽ തീവ്രത അളക്കാനൊന്നും പോയി സ്വയം വില കളയണ്ട എന്നാണ് എനിക്ക് ലസിതയോട് പറയാനുള്ളത്. ഏത് തോതിലായാലും പീഡനം തന്നെ എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ മാങ്കൂട്ടത്തിൻ്റെ പീഡനം അതിതീവ്രമല്ല, ക്രൂവലാണ്, സാഡിസമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.
ഒരു മനോരോഗിയാണ് അവൻ സെക്സിൽ. നമ്മുടെ നടൻ മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞ പീഡനമായി ഞാൻ പറയില്ല. ഒരു കൂതറ പെണ്ണും പിള്ളയായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു MLA കാരൻ, ഒരു MLA ചങ്ങാത്തം കൂടാൻ പാടില്ലായിരുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടാത്തത്. ഇവൻ പഴഞ്ച കമ്മ്യൂണിസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ ഇതുപോലെയുള്ള അലവലാദികളുമായിട്ടൊന്നും ചങ്ങാത്തം കൂടാതിരിക്കുക. ഇനി അഥവാ കാമപ്രാന്തിൻ്റെ എന്താ പറയുക കൺട്രോൾ പോവുകയാണെങ്കിൽ എത്ര ശമ്പളമെന്ന് ചോദിച്ച് കാര്യം കഴിയുമ്പോൾ കെട്ടും പറ്റും തീർത്ത് ശല്യത്തിനെ ഒഴിവാക്കണമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ O. മാധവൻ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ്റെ, മാധവ സാറിൻ്റെ മകനല്ലേ, അറിയപ്പെടുന്ന നടനല്ലേ, CPI ആണോ CPM ആണോ എന്ന് സംശയം ഉണ്ടെങ്കിലും, കാരണം മാധവ സാറൊക്കെ CPI ആയിരുന്നു. നിങ്ങളിപ്പോൾ ഒരു CPM കാരനല്ലേ, ഒരു ജനപ്രതിനിധിയല്ലേ, ഒരു MLA അല്ലേ, എത്ര വീടുകളിൽ എത്ര ആളുകളോട് ഇടപഴകേണ്ട ആൾ അല്ലേ. അടുത്ത പിണറായി സർക്കാരിൽ ഞാൻ കരുതുന്നത് അങ്ങനെയാണ്, കരുതിയിരുന്നത് അങ്ങനെയാണ്. അടുത്ത സർക്കാരിൽ സാംസ്കാരിക മന്ത്രിയായി കൊടിവെച്ച കാറിൽ പോകാനുള്ള ആളായിരുന്നു മുകേഷ്. ഈ പറഞ്ഞ കൂതറ കാരണം ഇനി പോണ്ടല്ലോ. മുകേഷിന് അറിയാത്ത കാര്യമല്ല ഞാൻ ഇനി പറയുന്നത്. മലയാളികൾ മദ്രാസ് സെൻട്രലിൽ ചെന്നിറങ്ങിയാൽ നമ്പർ 20 വന്ന് നിൽക്കും മലയാളികളായിരിക്കുമല്ലോ ഭൂരിപക്ഷം. അങ്ങനെ ചെന്നിറങ്ങിയാൽ മലയാളിയാണ് ഈ വരുന്നത് എന്നറിഞ്ഞാൽ ആട്ടോ വേണം സാർ എന്ന് പറഞ്ഞ് ഈ ആട്ടോക്കാരന്മാർ കടിപിടി കൂടും നമ്മളെ. എന്നിട്ട് നമ്മളൊരു ആട്ടി കയറിയെന്ന് വെച്ചോളൂ. അവൻ കുറച്ച് ദൂരം ഓടിച്ചിട്ട് റോഡിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തും. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോണിൽ നിന്ന് ഈ കൂതറയുടെ ഫോട്ടോ കാണിച്ചു തരും. സ്റ്റാർ, ഫിലിം സ്റ്റാർ, ഇത് ഫിലിം സ്റ്റാർ, ഹാഫ് ഡേ 35,000 സാർ, 1 ഡേക്ക് 50,000 സാർ എന്നൊക്കെ മടി കൂടാതെ ആട്ടോക്കാരെ പരിചയപ്പെടുത്തരും ഈ ഐറ്റമിനെ. അതായത് അര ദിവസം മതിക്ക് 35,000, ഒരു ദിവസം ഫുള്ള് ആണെങ്കിൽ 50,000 എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തരും. ഈ ഐറ്റംസുകളോടൊപ്പം ചങ്ങാത്തം കൂടാനും കെട്ടിമറിയാനും ആശംസ നേരാനും ഒക്കെ കൂടെ കിടക്കാനും ഒക്കെ പോയതാണ് മുകേഷ് എന്നെങ്കിലും ലസിത നായർ മനസ്സിലാക്കണമായിരുന്നു. അയാൾ നിരപരാധി എന്നൊന്നും ഞാൻ പറയും, അയാൾ ഒന്നും നിഷ്കളങ്കനാണ് എന്ന് ഞാൻ പറയില്ല. ഇതൊക്കെ ചെയ്തിരിക്കാം. പക്ഷേ കെട്ടും പറ്റും തീർക്കാൻ മടി കാണിച്ചതാണ് ഈ പ്രശ്നം. പിശുക്കനാകരുത് ഈ കാര്യത്തിൽ. അപ്പം തന്നെ പൈസ കൊടുത്ത് കട ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് 50,000 രൂപ അയക്കുമോ മുകേഷ് ചേട്ടാ, എൻ്റെ മോൻ അഡ്മിഷൻ അയച്ചേട്ടാ, ഒരു 15,000 രൂപ അയക്കുമോ ചേട്ടാ, 10 പൈസ കൊടുക്കില്ല മുകേഷ്. അങ്ങനെയുള്ളൊരു നക്കി ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലസിത നായരെങ്കിലും അത് മനസ്സിലാക്കണമായിരുന്നു. അത് തീവ്രത കുറഞ്ഞതും കൂടിയതും ഒന്നുമല്ല, നാണക്കേടാണത്. രാഹുൽ മാങ്ങേണ്ടി ചെയ്ത അതുപോലുള്ള ക്രൂരതയൊന്നും മുകേഷിന് ചെയ്യാനും ആകില്ല. കാരണം അയാളൊരു കലാകുടുംബത്തിൽ നിന്നും വന്നവനാണ്, നല്ല കലാകാരനാണ്, നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവനാണ്. ഇപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പ് അടുത്തടുത്തായിരുന്നു ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിൽ 50 വർഷം ആഘോഷിക്കുന്നത്. നല്ല പ്രസംഗമായിരുന്നു മുകേഷിൻ്റെ. 2 മിനിറ്റോ 3 മിനിറ്റോ പ്രസംഗിക്കാൻ മൈക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ എന്നെ ആരോ പറഞ്ഞു, മൈക്കിൽ വന്ന് ആദ്യം പറഞ്ഞത് 2 മിനിറ്റും 3 മിനിറ്റും കൊണ്ടൊന്നും ഇതൊന്നും തീരൂല, ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് നല്ല രസമായ മേനോനെക്കുറിച്ച് 2-3 കഥകൾ പറഞ്ഞു. അത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. അല്ല മുകേഷേ, എൻ്റെ ന്യായമായ സംശയം 2 പെണ്ണ് കെട്ടിയിട്ടു, 2നെയും കളഞ്ഞിട്ട്, തല പൊങ്ങിയ 2 ആൺമക്കൾ വളർന്നിട്ടും ഈ നാറിയ പണിക്കൊക്കെ പോകുന്നത് നിർത്താറായില്ലേ എന്നാണ് എനിക്ക് മുകേഷിനോട് ചോദിക്കാനുള്ളത്. പിന്നൊരു കാര്യം, അണ്ണാൻ നല്ല കിളവനായാലും വയസ്സായാലും അണ്ണാൻ മരം കയറ്റം നിർത്തില്ല എന്ന് പണ്ടുള്ളവർ പറയും. എത്ര വയസ്സായാലും അണ്ണാൻ മരം കയറ്റം നിർത്തില്ല. അതുപോലെയാണ് മുകേഷിൻ്റെ ക്യാരക്ടർ എന്ന് പറയാൻ എനിക്ക് വൈക്ലഭ്യം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നു. അതുകൊണ്ട് ലസിത നായരെന്ന് ഇനിയും മുകേഷിനെ കൊണ്ട് ചാടിക്കരുത്. തീവ്രത കുറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇനിയും തീവ്രത കുറഞ്ഞതൊക്കെ ചെയ്തോ എന്നൊന്നും പ്രോത്സാഹിപ്പിക്കരുത് ലസിത നായർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഇനി പറയുന്നത്. ഞാൻ എങ്ങനെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും ഞാൻ വേണ്ടാതെ ചിന്തിക്കും. എനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറുണ്ട്. ആ ചിന്ത ഉറങ്ങാൻ പോകുമ്പോഴും എന്നെ വേട്ടയാടാറുണ്ട്.
നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കെ ജയകുമാർ സാർ കുട്ടികൾക്കായി ഒരു പടം സംവിധാനം ചെയ്തല്ലോ, വർണ്ണച്ചിറകുകൾ. 16 mm അത് ചിത്രീകരിച്ചത്. ഒറീസയിൽ നിന്ന് വന്ന ക്യാമറ വെച്ച് 16 mm ക്യാമറയിലാണ് ചിത്രീകരിച്ചത്. മദ്രാസിൽ അത് ഡെവലപ്പ് ചെയ്ത് പ്രസാദ് ലാബിൽ പ്രിൻ്റ് അടിച്ച് സീൻ ഓർഡറിൽ സോർട്ട് ചെയ്ത് ശരിയാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുവരണം ഡബ് ചെയ്യാൻ. ജയകുമാർ സാറ് അന്ന് ചീഫ് സെക്രട്ടറിയാണ് കേരളത്തിലെ. നിന്ന് തിരിയാൻ സാറിന് സമയമില്ല. ഫയലുകൾ ഒപ്പിടുന്നത് പോലും ലൊക്കേഷനിലിരുന്നായിരുന്നു. സീൻ ഓർഡർ ചെയ്യാനായി ഞാൻ മദ്രാസിലേക്ക് പോയി. അക്കാലത്ത് നമ്മുടെ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിലായത്ത് ബുദ്ധയുടെ നിർമ്മാതാവായ സന്ദീപ് സേനൻ്റെ അച്ഛൻ ചന്ദ്രസേനൻ നായരാണ് ഈ പടം വർണ്ണച്ചിറകുകൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സുരേഷ് കുമാർ മദ്രാസിലാണ് താമസം, കുടുംബസമേതം മേനകയും 2 പെൺകുട്ടികളുമായിട്ട് മദ്രാസിലാണ് താമസിക്കുന്നത്. 2 ദിവസം കൂടുമ്പോൾ ഞാൻ ആട്ടോ പിടിച്ച് സുരേഷിൻ്റെ താമസ സ്ഥലത്ത് ചെല്ലും. എനിക്ക് അടുത്ത 2 ദിവസത്തേക്ക് ചിലവിനുള്ള കാശ് സുരേഷിൻ്റെ നിന്ന് വാങ്ങിയിട്ട് ആ ആട്ടോയിൽ തന്നെ ഞാൻ മടങ്ങും. 2 നിലയുള്ള ഒരു കെട്ടിടത്തിൽ 2ാം നിലയിലാണ് സുരേഷിൻ്റെ താമസം. ഒരു നാൾ ഞാൻ ഇതുപോലെ കാശ് വാങ്ങാൻ ആട്ടോയിൽ ചെന്നിറങ്ങുമ്പോൾ സുരേഷ് താമസിക്കുന്നതിൻ്റെ നേരെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന അമ്മയും മകളുമായി പൊരിഞ്ഞ വഴക്കും അടിയും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ പോരാടുന്ന കരയുന്ന പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് ഞാൻ. എവിടെ വച്ച്, അതാരാണ് ഇവളെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പടിക്കെട്ട് കയറി മേളിൽ ചെന്നപ്പോൾ സുരേഷിനോട് തന്നെ ഞാൻ തിരക്കി, അതാര്, നിനക്കറിയില്ലേ? അത് മറ്റേ സിനിമയിൽ റോസ് പൗഡറും കണ്ണുരുട്ടലും വിഗ്ഗുമായിട്ട് നടക്കുന്ന ഒരു സംവിധായകൻ്റെ പ്രേതപ്പടമില്ലേടാ. ഞാനോ അതിലെ പ്രേതം എവളാണ്. എനിക്ക് അയ്യോ ഇതാണ് ആ കൊച്ച് എന്ന് അലച്ചു. ഇതെന്താ ഇവർ മമ്മിയും മോനും കൂടെ, അതെന്നും ഇങ്ങനെ തന്നെ തള്ള ആവശ്യമില്ലാതെ ആ പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നതാണെന്നാണ് അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയോ ആണ്. എന്നും അമ്മയും മോളും കൂടെ അടിയാണ്. കാശും വാങ്ങി മടങ്ങുമ്പോഴും വീട്ടിൽ കരഞ്ഞുകൊണ്ട് വഴക്കിട്ട് അടിപിടി കൂടുന്ന ആ യുവ നായികയായിരുന്നു എൻ്റെ മനസ്സിൽ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത, അവൾ ആത്മഹത്യ ചെയ്തു. കാരണം ആർക്കും അറിയില്ല. പ്രേമപരാജയമെന്ന് എന്താണ് കാലത്തൊക്കെ പറഞ്ഞത്. പാവം, ഒന്നും ജീവിതത്തിലാവാത്ത ആ കൊച്ച് നല്ല സുന്ദരിയല്ലേ, ആത്മഹത്യ ചെയ്തു. ഞാനപ്പോൾ ചിന്തിച്ചത്, ഈ പാവത്തിനെ മലയാളത്തിൽ കൊണ്ടുവന്നവൻ പെണ്ണ് എന്ന് എഴുതി കാണിച്ചാൽ കമഴ്ന്ന് വീഴുന്ന സാറാണ്. ഈ ഹതഭാഗ്യയായ പെങ്കൊച്ചിന് അവസരം കൊടുത്തിട്ട് ഈ സംവിധാനദ്രോഹി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനടക്കം തനിക്ക് വളരാൻ വേണ്ടി സഹായം ചെയ്യുമെന്ന് കരുതിയവർക്കൊക്കെ അവളെ ചെറുപ്രായത്തിൽ കാഴ്ചവെച്ചു. അവൾ ആത്മഹത്യ ചെയ്തു എന്നറിയുമ്പോൾ ഈ പെണ്ണുപിടി എൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന ചിന്തയാണ് എന്നെ അലട്ടിയത്, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചത്. ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുള്ള ഒരമ്മയും അതിസുന്ദരിയായ ഒരു മകളും ഭാഗ്യം തേടി സീരിയലുകളിൽ അഭിനയിക്കാൻ തലസ്ഥാനത്തെത്തി. സീരിയലുകളിൽ ശ്രദ്ധേയായി. അവിടുന്ന് അവൾ സിനിമയിലേക്ക് പോയി. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്കിലെ DD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത തനി ഗ്രാമീണരായ 2 പാവങ്ങളാണ് ആ അമ്മയും മകളും. ഒരു സിനിമയിൽ സൂപ്പർ താരത്തിൻ്റെ പെങ്ങൾ കുട്ടിയാക്കി ഇവളെ. പക്ഷെ ആദ്യമേ പറഞ്ഞു സഹകരിക്കണം, നിവൃത്തികേട് കൊണ്ടാവാം ആ പെൺകുട്ടി നായക താരത്തിനും അമ്മ നിർമ്മാതാവിനും വഴങ്ങിക്കൊടുത്തു. സന്തോഷമായി വഴങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ ശമ്പളത്തിന് പുറമെ 2 വില കൂടിയ ഫോണുകൾ വാങ്ങി നിർമ്മാതാവ് അമ്മയ്ക്കും മകൾക്കും പാവം കിട്ടാതിരിക്കാനായി വാങ്ങിക്കൊടുത്തു. ഓരോ ഫോണ് വാങ്ങിക്കൊടുത്തു പ്രത്യുപകാരമായിട്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അറിയുന്നത് ആ പാവം പെൺകുട്ടി മാരക രോഗത്തിന് അടിമയായി. ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് അവൾ നടന്നെടുത്തു. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത്, തങ്ങൾ ഉപയോഗിച്ച ആ പെൺകുട്ടി ജീവൻ നിലനിർത്താനായി പലതവണ നല്ല പണം മുടക്കി ഓപ്പറേഷനുകൾ നടത്തുന്നത് അറിയുമ്പോൾ
ഈ സൂപ്പർ താരമോ ഈ നിർമ്മാതാവോ 10,000 രൂപയെങ്കിലും അവളെ സഹായിച്ചിരിക്കുമോ എന്നായിരുന്നു എൻ്റെ ചിന്ത. മരണത്തോട് ഫൈറ്റ് ചെയ്ത് ഒരു നാൾ അവൾ തോറ്റു കൊടുത്തു. ചലനമറ്റ് കിടക്കുന്ന വശീകരിക്കുന്ന കണ്ണുകളും വിടർന്ന ചിരിയുമുള്ള തലമുടി, നല്ല കൊഴുത്ത തലമുടിയുള്ള, കറുത്ത് കൊഴുത്ത നല്ല തലമുടിയുള്ള, റേഡിയേഷനൊക്കെ ചെയ്തതെല്ലാം പൊഴിഞ്ഞുപോയി. ആ പാവത്തിനെ നിലത്ത് വിരിച്ച വാഴയിലയിൽ അങ്ങനെ കിടത്തിയിരിക്കുന്നു. അവൾ നിശബ്ദയായി കിടക്കുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തെ വല്ലാതെ നോവിച്ചു. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ ദുരുപയോഗം ചെയ്തിട്ട് 2 ഫോൺ വാങ്ങിക്കൊടുത്ത ആ ദ്രോഹികളെ പറ്റിയാണ് ഞാൻ ആലോചിച്ചത്. അടുത്തൊരു പെണ്ണിനെ കീറിപ്പറിക്കുമ്പോൾ ഈ പറഞ്ഞ മുഖങ്ങൾ ഓർക്കാറുണ്ടാകുമോ ഈ കാമപ്രാന്തന്മാർ എന്നായിരുന്നു അപ്പോൾ എൻ്റെ ചിന്ത. അടുത്ത കഥ. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന കാലമാണിപ്പോൾ. ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും വന്നതിൻ്റെ പുരോഗതിയാണത്. ആർക്കും ആരെയും എന്തും പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. പൈപ്പ് ഗംഗാധരൻ എന്ന് മലയാളികൾ ആക്ഷേപിച്ച, അതായത് എവിടെ റോഡുണ്ടോ അവിടെ എല്ലാം പൈപ്പ് കുഴിച്ചിട്ട് വെള്ളം മാത്രമില്ല, അങ്ങനെ പറഞ്ഞ MP ഗംഗാധരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് ഗംഗാധരൻ മകളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചയച്ചു. മന്ത്രി അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അത് കേസായി. അവസാനം മന്ത്രി MP ഗംഗാധരന് രാജിവെക്കേണ്ടി വന്നു. കലാകൗമുദിയിൽ അന്ന് സ്ഥിരമായി എഴുതുന്ന ആളാണ് MP നാരായണപിള്ള. MP ഗംഗാധരനും MP നാരായണപിള്ളയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ നാരായണപിള്ള സാറ് MP ഗംഗാധരനെ ന്യായീകരിച്ചു. അതെങ്ങനെ ന്യായീകരിച്ചു എന്ന് ചോദിച്ചാൽ, 16-17 വയസ്സായുള്ളെങ്കിലും ആ പെൺകുട്ടിക്ക് എന്താ പറയുക, ശാരീരിക ബന്ധമടക്കമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം എന്ന് അവളുടെ ശരീരം ആവശ്യപ്പെട്ടാൽ അത് 18 വയസ്സ് കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാൻ ഏത് നിയമത്തിന്, ഏത് കോടതിക്ക് അധികാരം എന്നൊക്കെ ചോദിച്ച്, അതായത് നമ്മൾ പൊതുവേ പറയുന്നതിന് നേരെ ആൻറ്റിയായിട്ട് നാരായണപിള്ള സാർ എഴുതും. അദ്ദേഹം അങ്ങനെ കലാകൗമുദിയിൽ ആർട്ടിക്കിൾ എഴുതി. വായിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതിൽ ന്യായമുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. പ്രായപൂർത്തിയാകുന്നത് അവരവരാണ് തീരുമാനിക്കാൻ. ആ കുട്ടിക്ക് ലൈംഗികമായ കാര്യങ്ങൾ വേണം എന്ന് മനസ്സിൽ തോന്നിയാൽ അവൾ പ്രായപൂർത്തി ആയില്ല എങ്കിലും അവൾ കിട്ടും. അതിന് നിയമത്തിനെന്ത് കാര്യം എന്നാണ് നാരായണപിള്ള സാർ ചോദിച്ചത്. ഇങ്ങനെ വരട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പുതിയ ഭാരതീയ നിയമസംഹിത പ്രകാരം ഏത് പെണ്ണിനും ഒരാണിനെ കുരുക്കാൻ ഒട്ടും പ്രയാസമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മുതലെടുക്കാൻ കുബുദ്ധിയുള്ള ആർക്കും കഴിയുകയും ചെയ്യും. ഭരിക്കുന്നവരെ പിന്തുണയ്ക്കുന്നു എന്ന് അഭിനയിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇവിടെ എന്തും നടക്കും. എത്ര ഉദാഹരണം വേണമെങ്കിലും അതിനു വേണ്ടി പറയാൻ പറ്റും. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടിന് 2 വീടുകൾക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്നിടത്ത് എൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു ഡ്രൈവർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സ്വന്തമായി കാറൊക്കെ ഉണ്ട്. നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ. കുറേ നാൾ അവനെ കാണാതായി. അപ്പോൾ എൻ്റെ വീട്ടുടമസ്ഥൻ എൻ്റെ വീടിൻ്റെ പുറകിലത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ ഒരു SBI നിന്ന് പെൻഷനായ ഒരു വലിയ മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, മാമ ഈ ഡ്രൈവർ അങ്ങോട്ട് പോയി, കുറേ ദിവസമായിട്ട് ലൈറ്റൊന്നും ഇല്ലല്ലോ എന്നുള്ളപ്പോൾ. അതൊരു കഥയാണ്. എന്നിട്ടെന്താ, അവൻ്റെ ഭാര്യ ഗൾഫിൽ നേഴ്സാണ്. ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് തോന്നുമ്പം ലീവിന് വരും. അങ്ങനെ വന്നപ്പോൾ ഇനി ജോലിക്ക് പോകണ്ട, ഗൾഫിലേക്ക് പോകണ്ട, ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ ജോലി വാങ്ങാം, മോൾ ഇവിടെ നന്നായിട്ട് മലയാളം പഠിച്ച് വളരട്ടെ എന്ന് ഭർത്താവ് വാശി പിടിച്ചു. ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ, സ്വന്തം അച്ഛൻ മകളെ 10 വയസ്സോ 8 വയസ്സോ ഉള്ള കുട്ടിയാണ്, ആ മോളെ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് പോക്സോ കേസ് കൊടുത്ത് ഇവനെ തട്ടി അകത്താക്കാനായിട്ട്, എന്നിട്ട് അങ്ങ് പോകാമല്ലോ, കേസ് ഫയൽ ചെയ്യും. പോലീസ് ഇയാളെ അന്വേഷിച്ച് വരികയും ചെയ്തപ്പോൾ ഇയാൾ മുങ്ങി. 15 ദിവസം എന്തോ പുറത്ത് കണ്ണൂരോ എവിടെ പോയി നിന്നിട്ടാണ് ഈ മാമനെ വിളിക്കുന്നു, ഹൗസ് ഓണറെ, എന്നെ ഒന്ന് സഹായിക്കണം, നീ വാ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ മനസ്സുള്ളവനാണ്. കാരണം അദ്ദേഹം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഈ ചെറുപ്പക്കാരൻ ആ 8 വയസ്സായ സ്വന്തം മോളെ ഒന്നും പീഡിപ്പിച്ചിട്ടില്ല, ഈ പെണ്ണിന് അവൾക്ക് ഗൾഫിൽ തന്നെ പോകണം, അവിടെ അവൾക്ക് വേറെ എന്തോ ബന്ധമുണ്ട്, അത് ഊട്ടി ഉറപ്പിക്കാനായിട്ട് അവൾക്ക് പോകണം,
അതിന് ഈ മോളെ കൊണ്ട് കള്ളം പറയിച്ചാണെന്ന് പറഞ്ഞ് അവസാനം ആ പയ്യന് ജാമ്യം കിട്ടി. ആ കേസ് തീർന്നോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അതിനുമുമ്പ് ഞാൻ വീട് മാറിയല്ലോ. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പെൺവിഷയത്തിൽ ലോക അലുമ്പനായ ഒരു സംവിധായകൻ എന്നല്ല ഇയാളെ വിളിക്കേണ്ടത്, ഒരു എംബോക്കി. നമ്മളിത് പറയുന്ന മുഴുവൻ എല്ലാ മോശം കഥകളാണ്. ഒരു പെണ്ണിനെ വളച്ചെടുത്തു. അടുത്ത പടത്തിൽ നീയാണ് നായിക എന്ന് പറഞ്ഞ് സർക്കാർ കൊടുത്ത ഫ്ലാറ്റിൽ 1 വർഷത്തിലധികം അവളെ പെരുമാറി. അവളുമായിട്ട് പൊറുതിയായിരുന്നു തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ. യാത്രയാണെങ്കിൽ സ്വന്തം കാറിൽ, സർക്കാരിൻ്റെ ചുവന്ന ബോർഡ് വെച്ച കാറിലാണ് ഈ പെൺകുട്ടിയും യാത്ര ചെയ്യുന്നത് 1 വർഷമായിട്ട്. മടുത്തപ്പോൾ ആ പെൺകുട്ടിയെ മടുത്തപ്പോൾ അയാൾ അവളെ പതുക്കെ തഴഞ്ഞു. പുതിയ പടത്തിൽ നായിക ആക്കാം, എനിക്ക് 1 വർഷം സഹകരിച്ചാലെന്ന് പറഞ്ഞാണ് കൊണ്ടു നടന്നത്. അയാൾ നായികയാക്കിയില്ല എന്ന് മാത്രമല്ല, ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം പോലും ആ പെൺകുച്ചിന് കൊടുത്തില്ല. അവൾ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുത്തു. അതും ഭാര്യ ഭർത്താക്കന്മാരായ ഒരു വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനും മരുമകളും കൂടി നടത്തുന്ന വക്കീൽ ഓഫീസ് വഴിയാണ് നോട്ടീസ് അയച്ചത്. അതിൽ വേറൊന്നും അവൾ പറഞ്ഞില്ല. ഞാൻ 1 വർഷമായി എന്നെ അയാളുടെ പുതിയ പടത്തിൽ നായികയാക്കാമെന്ന് പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ചു. എന്നിട്ട് അയാൾ എന്നെ വിട്ടിട്ട് അയാൾ വേറെ ആളിനെ വെച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഇതാണ് കത്ത്. അതിലെന്തെന്ന് വെച്ചാൽ അവൾ ഒരു കാര്യം കൂടെ എഴുതി. ഇയാൾ വെറും ഒരു അലുമ്പനാണ്. ഈ പടത്തിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു സിനിമയിൽ അയാൾ ഒരുപാട് പേരെ ഉപയോഗിച്ച കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തതും പ്രായപൂർത്തിയായി എന്ന് പറയാവുന്ന 2 കുട്ടികളെയും ദുരുപയോഗം ചെയ്തു. എനിക്ക് അത് വ്യക്തമായിട്ട് അറിയാം, എന്നോട് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവൾ ആ പരാതിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഇതെല്ലാം എഴുതി പെൺകുട്ടി അയച്ചു കൊടുത്തല്ലോ. ഇതറിഞ്ഞിട്ട് എവിടുന്നോ മണത്തറിഞ്ഞിട്ട് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാർ ഈ സംവിധായകനെ വിളിച്ചു. സംവിധായകൻ എന്നല്ല അവനെ പറയണ്ട, എംബോക്കിയെ. ഇങ്ങനെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ടല്ലോ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു. അങ്ങനെ ചെയ്യാനുള്ള വകുപ്പ് കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? ഒരാളെ കൊന്നിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു എന്ന് പറയാൻ പറ്റും? പൈസയുടെ കൊഴുപ്പുണ്ട്. ഇത് ലൈവായിട്ട് ജനൻ ടി വിയുടെ വാർത്തയിൽ പോയി. എന്നിട്ട് എന്നെ വിളിച്ച് ചോദിച്ചു, അനിൽ നമ്പ്യാർ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ കർക്കശമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അനിൽ നമ്പ്യാരോട് വിശദമായി പറയാൻ പറ്റില്ല, കാരണം അനിൽ നമ്പ്യാരുടെ ജനൻ ടി വി എന്ന് പറയുന്നത് BJPയുടെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സംയമനം പാലിച്ചു എന്ന് പറയാം. ഇതറിഞ്ഞ ഒരു യൂട്യൂബ് ചാനലുകാരൻ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംബോക്കിയുടെ ഔദ്യോഗിക ബോർഡ്, ചുവന്ന ബോർഡ്, സർക്കാർ ബോർഡ് തിരിച്ചു വാങ്ങണം. ഈ അധമനെതിരെ കേസെടുക്കണം. ഇത് രണ്ടും എൻ്റെ സർക്കാർ ചെയ്യില്ല എന്നാണ് എനിക്ക് ഉറച്ച വിശ്വാസം. അങ്ങനെ സർക്കാർ ചെയ്തില്ല എങ്കിൽ മലയാളി എവിടെ ക്യാമറ കൊണ്ട് വെച്ചാലും എടുത്തുകൊണ്ട് പോടാ പുല്ലേ എന്ന് പറയണമെന്ന് ഞാൻ ആ ചാനലുകാർക്ക് ബൈറ്റ് കൊടുത്തു. ഈ പറഞ്ഞ പ്രായപൂർത്തിയായി എന്നൊക്കെ പറയാവുന്ന കുട്ടികളുടെ പേരോ, 5, 6, 7 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളുടെ പേരോ, നാടോ, അല്ലെങ്കിൽ അവളുടെ രക്ഷകർത്താക്കളുടെ പേരോ, വീട്ടുപേരോ ഒന്നും അറിയാത്ത ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ കൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ഞാൻ പോക്സോ കേസിൽ പ്രതിയായി. തിരുവനന്തപുരത്തെ ഒരു പാർട്ടിക്കാരനാണ്, ഇതുപോലെ ഒരു വെട്ടിപ്പ് തട്ടിപ്പ് പറ്റി നടക്കുന്ന ഒരു പാർട്ടിക്കാരനാണ് പോക്സോ തന്നെ ഇടണമെന്ന് പോലീസുകാരോട് ശടിച്ചത്. യഥാർത്ഥ പീഡനം നടത്തിയ കേസ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നു ഇപ്പോഴും. കാരണം 25 ലക്ഷം രൂപ കൊടുത്ത് ഈ സംവിധായകൻ എന്ന് പറഞ്ഞ പെണ്ണുപിടിയൻ കേസ് ഒതുക്കി എന്ന് പറയുന്നു. പരാതി കൊടുത്ത പീഡിത എങ്ങോട്ടോ പോയി കാശ് വാങ്ങിക്കൊണ്ട് ഞാൻ കോടതി കയറി ഇറങ്ങുന്നു. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്, അതും
അഭിമാനത്തോടെ എൻ്റെ പാർട്ടി ഭരിക്കുമ്പോഴാണ് എന്ന് കരുതി സിനിമയിലെ ചിലർ ഗർഭചിത്ര വീരനായൊരു എന്താ പറയുക MLAക്ക് പരസ്യ പിന്തുണയും മുങ്ങാൻ കാറും കൊടുത്ത് പിന്തുണയ്ക്കുന്നതിനെ ഞാൻ അംഗീകരിക്കില്ല. MLA ആണ് എന്ന അട്രാക്ഷൻ ഈ പെണ്ണുപിടിയൻ അല്ല ഗർഭം കലക്കി, ആ കലക്കിയുടെ പിന്നാലെ പെൺകുട്ടികളും പോകരുതായിരുന്നു. കുറച്ച് നാളിന് മുമ്പ് ഒരു മഹാനായ ഗായകനുണ്ടല്ലോ, ഇപ്പോൾ കേരളത്തിൽ ആസ്ഥാന ഗായകൻ വരെ ആയി നിൽക്കുന്നത്, അവൻ്റെ പിറകെ ഇതുപോലെ പോയി പീഡിപ്പിച്ച ശേഷം ഒരു ഡോക്ടർ കൊച്ചി തന്നെ പരാതി കൊടുത്തതും ഈ അട്രാക്ഷൻ കൊണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു എംബോക്കി 4 ഫോട്ടോ അവൻ്റെ അടിച്ചു വന്നാൽ പ്രേമിക്കാൻ ഇഷ്ടം പോലെ ആളെ കിട്ടുമെന്നുള്ളത് ഇവൻ ആരെന്ന് പോലും അന്വേഷിക്കില്ല എന്ന് കരുതി സ്വന്തം പരിജ്ഞാനത്തിൽ ഗർഭം കലക്കി മരുന്ന് വാങ്ങിക്കൊടുത്ത് അലസിപ്പിക്കുന്നതും മിണ്ടിയാൽ നിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ കൊല്ലാൻ എനിക്കാവുമെന്ന് പറയാൻ ക്രൂരമായ മനസ്സുള്ള ഒരുത്തനെ കഴിയൂ. MLA ആയപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഗർഭം കലക്കി മന്ത്രിയായാൽ എന്താ പറയുക, തലസ്ഥാനത്ത് ഒരു ആശുപത്രി തന്നെ കലക്കാനായിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഗർഭം കലക്കി ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി തുടങ്ങേണ്ടി വരും ഇവന് വേണ്ടി. ഇവൻ ഇനി മന്ത്രിയും പുല്ലൊന്നും ആവില്ല, കാരണം പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കിയില്ല. ഇനി അവന് മത്സരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എവിടെയെങ്കിലും മത്സരിക്കാം, പാലക്കാട്ടെന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും, അടൂരുകാരനാണല്ലോ, അവിടെ എവിടെയെങ്കിലും മത്സരിക്കാൻ വന്നാൽ, ഇപ്പോൾ കക്കൂസുകളൊക്കെ ടാങ്ക് ആയതുകൊണ്ട് മനുഷ്യൻ്റെ മലം എടുക്കാൻ പറ്റില്ല, ഈ ആടുമാടുകളുടെ ചാണകം എടുത്ത് കലക്കിയെങ്കിലും അവൻ്റെ മോന്തയിൽ അടിക്കണം. ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങളുള്ള നാട്ടിലാണ് അവൻ ഇനി മത്സരിക്കാൻ വരുന്നതെങ്കിൽ. ഇങ്ങനെയുള്ള ഒരു കശ്മലിനാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. സിനിമ സീരിയൽ നടികളെ അങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നവരെ നമ്മൾ സമ്മതിക്കണം. ഇവരൊക്കെ കലാകാരികളല്ല, ഇറച്ചി വെട്ടുകാരുടെ മനസ്സുള്ളവരാണ് എന്ന് ഞാൻ പറയും. ഇനി ഏവളായാലും ഇവക്കൊന്നും വീട്ടിൽ പെൺമക്കളില്ലേ, അല്ലെങ്കിൽ ഇവക്ക് അനിയത്തിയില്ലേ എന്നൊന്നും ഇവൾ ഓർക്കുന്നില്ല. ഇങ്ങനെയുള്ളവളൊക്കെ കലാകാരികൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാർക്കിച്ചു തുപ്പും. അടുത്ത കഥ. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേൾക്കുന്ന നമ്മുടെ നടികളുടെ ഇടയിൽ നമ്മുടെ കൊച്ചു മീനാക്ഷി ചിന്തനീയമായ പലതും തുറന്നു പറഞ്ഞ് ശ്രദ്ധേയയാകുകയാണ് ഈ അടുത്ത കാലത്ത്. അവളൊരു ചെറിയ കുട്ടിയാണ്. റിയാലിറ്റി ഷോയിലെ പൊട്ടത്തരങ്ങൾ പറയുന്ന ലെവലിൽ നിന്നും മീനാക്ഷി വളർന്നില്ല. മുതിർന്ന പെണ്ണാവുമ്പോൾ ഇപ്പോൾ പറയുന്ന ചിന്തകളൊക്കെ മാറിക്കോളും എന്നെല്ലാം അവളെപ്പറ്റി പറഞ്ഞ് ഈ പ്രായത്തിൽ ഈ കുട്ടി ചിന്തിക്കുന്നതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് അഭിനന്ദിക്കാതെ അതൊക്കെ പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്ന ചിന്തയിൽ ശാരദക്കുട്ടിമാർ കൊച്ചു മീനാക്ഷിയെ കുടയാനുള്ള വഴികൾ തേടുകയാണ് ഇപ്പോൾ. ഞങ്ങളുണ്ട് അതൊക്കെ പറയാം. ഇവിടുത്തെ ഇത്തരം ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും മീനാക്ഷി പോലെ പാലുടി മാറാത്ത പിള്ളേർ പറയണ്ട, അതൊക്കെ ഞങ്ങൾ മുതുക്കിളവികളുണ്ട് ഇവിടെ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാമുദായിക തുല്യത സാധ്യമാണോ എന്നാണ് മീനാക്ഷി ചോദിച്ചത്. നിലവിലത് സ്വപ്നങ്ങളിൽ മാത്രമെന്ന് മീനാക്ഷി തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ പുതിയ തലമുറയിൽ സമുദായങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നത് സന്തോഷകരമാണെന്നും മീനാക്ഷി കുറിച്ചു. ഓരോ സമുദായവും തുല്യത വേണം എന്നാഗ്രഹിക്കുന്നത് അവർക്ക് തൊട്ട് മുകളിലാണ് എന്ന് അവർ കരുതുന്ന സമുദായം തൊട്ട് മുകളിലാക്കാനാണ്, ആ സമുദായത്തിൻ്റെ ലെവലിലെത്താനാണ്. അല്ലാതെ ഓരോ സമുദായവും അവർക്ക് താഴെയുള്ളതെന്ന് കരുതപ്പെടുന്ന സമുദായം തൊട്ട് താഴേക്ക് പോവുകയില്ല ചിന്തകൾ. അതുകൊണ്ട് തന്നെ തുല്യത നിലവിൽ സ്വപ്നങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്നും പുതുതലമുറയിൽ ഇതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നുവെന്ന സന്തോഷവും തനിക്കുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞു വച്ചു. ഈ പറഞ്ഞത് മീനാക്ഷിയുടെ പൊട്ടത്തരമാണെന്നും യഥാർത്ഥ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ഇക്കാര്യം മീനാക്ഷി മനസ്സിലാക്കിക്കോളും എന്നാണ് ശാരദക്കുട്ടി എന്ന ബുദ്ധിജീവിയുടെ നിലപാട്. പുരുഷൻ്റെ അവകാശങ്ങൾ വിലക്കിക്കൊണ്ട് സ്വന്തം മൂല്യങ്ങൾ നേടാൻ ശ്രമിച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്നിടത്താണ് തൻ്റെ ഫെമിനിസമെന്ന് കുറച്ച് നാൾ മുമ്പ് മീനാക്ഷി പറഞ്ഞതും വിമർശനം നേടി. മീനാക്ഷി പണ്ട് റിയാലിറ്റി ഷോയിൽ പറഞ്ഞ തമാശകൾ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാരദക്കുട്ടി മാമിൻ്റെ കളിയാക്കൽ തുടങ്ങുന്നത്. MG അങ്കിളിൻ്റെയൊക്കെ മുന്നിൽ മാത്രം പറയാവുന്ന ചില പൊട്ടത്തരങ്ങളിൽ ഒരു പൊട്ടത്തരമായി മാത്രം
വളരുമ്പോൾ മീനാക്ഷി അത് മനസ്സിലാക്കിക്കോളും ഈ പറയുന്ന പൊട്ടത്തരങ്ങൾ. അപ്പോൾ എം ജി ശ്രീകുമാറൊക്കെ ബുദ്ധിയില്ലാത്തവരാണ്. എം ജി ശ്രീകുമാറും ജയചന്ദ്രനൊക്കെ ഇരിക്കുന്നിടത്ത് നിന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ അതുപോലെ കണക്കാക്കിയാൽ മതി ഈ പറയുന്ന ജാതിയെപ്പറ്റി പറയുന്നത്, മതത്തെപ്പറ്റി പറയുന്നതെന്നും അവൾ വലുതാവുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളൂ എന്നൊക്കെയാണ് ശാരദക്കുട്ടി പറയുന്നത്. അതിൽ പോലും ശാരദക്കുട്ടിക്കൊരു കുത്തുണ്ട്. ബൗദ്ധികമായി ചിന്തിക്കാനറിയാത്ത സില്ലി വാചകങ്ങൾ കേട്ട് ചിരിക്കുന്ന ആളുകളാണ് ഈ എം ജി അങ്കിളുമാർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ധ്വനി അതിലുണ്ട്. സില്ലി കോമഡി കേട്ട ചിരിച്ചു കളയുന്നു. മസിൽ പിടിക്കാതെ ചിരിക്കട്ടെ ശാരദക്കുട്ടി, നിങ്ങളും ചിരിക്കുക. ബുദ്ധിജീവാവണമെങ്കിൽ ചിരിക്കണ്ട എന്നുള്ള ആ നയം അവസാനിപ്പിക്കുക. ശാരദക്കുട്ടിമാരെ റിയാലിറ്റി ഷോയ്ക്ക് അവതാരകയോ ജഡ്ജിയോ ആക്കിയാൽ ആ ഷോ വളരെ ഡ്രൈ ആയിരിക്കും. കാരണം ചിരിക്കാതെ വർത്തമാനം പറയാതിരിക്കുന്നവർ ജഡ്ജായ എങ്ങനെ ഇരിക്കും? റിയാലിറ്റി ഷോകൾ രസകരമാകണം, എന്നാലേ റേറ്റിംഗ് കടമ്പയൊക്കെ കടക്കൂ. എൻ്റെ പൊന്ന് ശാരദക്കുട്ടി ടീച്ചറെ, അടുത്ത ജന്മം നായരായി ജനിച്ചാൽ പോരാ, പൂണൂലിട്ടവനായി ജനിച്ച് അയ്യനെ കെട്ടിപ്പിടിക്കണം എന്ന് ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞല്ലോ, നമ്മളെ സുണേഷ് ഗോപി. ആ പറഞ്ഞിടത്താകാം ശാരദക്കുട്ടി ഇപ്പോഴും നിൽക്കുന്നത്. അതിന് മീനാക്ഷി എന്ത് പഴച്ചു മാഡം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈഴവന് നായരാകണം. ഈഴവൻ കരുതുന്നത് നായർ ഞങ്ങളെക്കാൾ മുകളിലെന്നാണ്. അപ്പോൾ ഒരു നായരായാൽ, അല്ലെങ്കിൽ എൻ്റെ മോളെ ഒരു നായർ കെട്ടിയാൽ, എൻ്റെ ചെറുക്കം ഒരു നായർ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അഭിമാനമായി എന്നാണ് അവർ വിചാരിക്കുന്നത്. നായന്മാർ വിചാരിക്കുന്നത് നമ്പൂരിയാകണം. കാരണം നായർ ചിന്താഗതിയിൽ നമ്പൂരിയാണ് അതിൻ്റെ മുകളിൽ എന്ന് തന്നെയല്ലേ ആഗ്രഹം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ജനിച്ച ജാതി എനിക്ക് അഭിമാനമുള്ളതാണെന്ന് ചിന്തിക്കുന്നവർ ഇവിടെ എത്ര വരും എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം പേരെ കാണും. മീനാക്ഷി പറഞ്ഞ കണക്ക് പുതുതലമുറയിൽ ഈ ജാതിയും മതത്തിൻ്റെയും സ്വാധീനം തുലോം കുറയുക തന്നെയാണ്. എൻ്റെ മകൻ ജാതി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ചുമ്മാ പറയല്ല, മതം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതൊന്നും ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയ്ക്ക് അതൊന്നും ദഹിക്കില്ല. അവർ വേറൊരു ലോകത്താണ്. പുരുഷന്മാർ രാവിലെ എണീറ്റ് കുളിച്ച് കുറിയും തൊട്ട് എന്താ പറയുക പെണ്ണിനെ പിടിക്കാൻ പോകുന്നവരാണെന്ന് അടിച്ചു പറഞ്ഞ ഒരു കവയിത്രി അമ്മ ഇവിടെ ഉണ്ടായിരുന്നു തലസ്ഥാനത്ത്. അവരുടെ മോള് പോലും ഒരു ഭാര്യയുള്ള പട്ടകൾ തേടിപ്പോയി ആ കുടുംബം കലയ്ക്ക് കൊടുത്തവരാണ്. ഇതാണ് ഇവരുടെ ചിന്തകൾ. പട്ടരെ പിടിക്കുള്ളൂ, നായരെ വേണ്ട. ശാരദക്കുട്ടി മാഡത്തിന് ദേഷ്യം വരണ്ട. നിങ്ങളുടെയൊക്കെ ചിന്തയിൽ ജാതീയതയുടെ വലിപ്പച്ചെറുപ്പം അന്തർലീനമായി കിടക്കുന്നത് കൊണ്ടാണ് മാഡം നിങ്ങൾ ഈ കൊച്ചു മീനാക്ഷിയുടെ മേൽ ചാടി വീഴുന്നത്. വിവരദോഷികളായ സിനിമ നടിമാർക്കിടയിൽ ഒരു മീനാക്ഷിയെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ എന്ന്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നല്ലോ എന്ന് ദയവായി ശാരദക്കുട്ടി ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് ഞായറാഴ്ച. നാളെ രാവിലെ അല്ല, 11 മണിക്കല്ലേ കോടതി കൂടണേ. ഉച്ചയാകുന്നതിന് മുമ്പ് 7-8 വർഷമായി കേരളീയർ ചർച്ച ചെയ്യുന്ന നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി വരും. അത് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ ഞായറാഴ്ച തൃപ്പൂണിത്തുറയ്ക്ക് പോയാൽ തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ചയും മടങ്ങുള്ളൂ. വോട്ട് ചെയ്യാനായിട്ടേ മടങ്ങുള്ളൂ. എന്നാലും ഞാനവിടെ ഫോണിലെങ്കിലും വാർത്ത കേട്ടോളാം. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നല്ല ഇവിടുത്തെ ചാനലുകാരുടെ നിലപാട്. അവസാന സമയത്തും ദിലീപിനിട്ടൊരു മുട്ടൻ പണി പറ്റിയില്ല എങ്കിൽ ഒന്ന് ഞോടാമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. വിധി വരാൻ 3 ദിവസമുള്ളപ്പോൾ ഇന്ന് ഏഷ്യാനെറ്റിലെ PG സുരേഷ് കുമാർ എന്ന മഹാൻ ഈ കേസിനെ പറ്റി നേരം വെളുക്കുമ്പോൾ തന്നെ രാവിലെ 8 മണിക്ക് തന്നെ പറയുന്നത് കേട്ടു. അന്തിമ വിധി വരാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ കോടതിയിൽ നടന്ന വാദമുഖങ്ങൾ അത്രയും ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയെന്നാണ് സുരേഷിൻ്റെ അമിത സന്തോഷത്തിന് കാരണം. അടച്ചിട്ട കോടതിയിലാണ് വാദം നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നത്. അവിടെ ആര് എന്തു പറഞ്ഞു എന്നത് വാദിയുടെയും പ്രതികളുടെയും വക്കീലന്മാർക്കും വാദിക്കും പ്രതിക്കും കോടതി ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാരിൻ്റെ വക്കീലിനും പബ്ലിക് പ്രോസിക്യൂട്ടർക്കും
ജഡ്ജിക്ക് മാത്രമേ അറിയാനാകൂ എന്നിരിക്കെ കേസിൻ്റെ എല്ലാ വിവരവും ഒരു വാർത്താ ചാനലിന് മാത്രം കിട്ടുന്നത് എങ്ങനെയാകാം? അത് കോടതി അലക്ഷ്യമല്ലേ എന്നാണ് എനിക്ക് സംശയം. അന്വേഷിക്കേണ്ട കാര്യമാണ്. അടച്ചിട്ട കോടതിയിൽ നിന്നും എങ്ങനെ വിസ്താരത്തിൻ്റെ പൂർണ്ണ രൂപം പുറത്തേക്ക് പോയി? ജഡ്ജിയോട് എന്തായാലും ആരും ചോദിക്കില്ല, എന്താണ് കേസിലെ വിധി എങ്ങനെ എന്ന് ചോദിക്കും. ഒരു ജഡ്ജിയോട് ചോദിക്കില്ല. ദിലീപിൻ്റെ കേസ് ബാധിക്കുന്ന രാമൻപിള്ള സാറും ഇത്തരം വിവരക്കേട് പറയില്ല. പ്രതികളോ വാദിയോ പറയാനിടയില്ല. കോടതി ഉദ്യോഗസ്ഥരും ഒന്നും പറയില്ല. വക്കീലന്മാരും ഇടയില്ല. എന്നാൽ നടിക്കായി വാദിക്കുന്ന വക്കീൽ ചാനൽ ചർച്ചകൾക്ക് മാത്രം ജീവിക്കുന്ന ആളാണ്. സർക്കാരിൻ്റെ വക്കീൽ അവിടെ ഒരാളിരിപ്പുണ്ടല്ലോ, ചാനൽ ചർച്ചക്കാരനായിരുന്നു മുമ്പ്. എന്ന് മാത്രമല്ല, ഈ കേസ് എനിക്ക് തരാൻ പറ, പുല്ലുപോലെ ഞാൻ ഈ കേസ് ജയിപ്പിച്ചു തരാം ദിലീപിനെ എന്ന് പലതവണ ചാനൽ ചർച്ചകൾക്കിടയിൽ ഇടവേള വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇനി അദ്ദേഹം മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ പണിയില്ല, ഞാൻ ദിലീപിനെ വിളിക്കുന്ന പതിവില്ല എന്ന് മറുപടിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസിയായിട്ട് പുല്ലുപോലെ ഇറക്കിത്തരാം, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ഞാൻ ഇറക്കിത്തരാം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കോടതി ചെന്നിട്ട് ദിലീപിനെതിരെ വാദിക്കുന്നത്. ചാകാൻ പോകുന്നവൻ കച്ചിത്തുരുമ്പിൽ കയറി പിടിക്കുമെന്ന് പറഞ്ഞ കണക്ക് എന്തായാലും തോൽക്കും. എന്നാൽ പോകുന്ന വഴി ദിലീപിനിട്ടൊരു കൊട്ടു കൊടുത്തേക്കാമെന്ന് കരുതി പ്രധാന വാർത്താ ചാനലുകളിലൊക്കെ മച്ചമ്പിമാർ ഉള്ളതിനാൽ അടച്ചിട്ട കോടതിയിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തോ എന്നെനിക്കറിയില്ല. എന്തായാലും സുരേഷ് കുമാർ ഉറപ്പിച്ച് തന്നെ അടച്ചിട്ട കോടതിയിലെ കാര്യങ്ങൾ തത്ത പറയും പോലെ പറയുന്നു. കാവ്യ ദിലീപ് ബന്ധമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതുകൊണ്ടാണ് ഈ കേസ് ഉണ്ടായത്. കാവ്യയുടെ ഫോൺ നമ്പറുകൾ പല പേരുകളിലാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നത്. കാവ്യയുമായുള്ള ബന്ധം മറച്ചു പിടിക്കാനായിരുന്നു ഇങ്ങനെ പേരുകൾ മാറ്റി കൊടുത്തിരുന്നതത്രേ. പ്രോസിക്യൂഷൻ്റെ ഈ ആരോപണം പൂർണ്ണമായും തള്ളിയാണ് ദിലീപ് കോടതിയിൽ വാദിച്ചത്. മഞ്ജു വാര്യരുമായി വിവാഹബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കാവ്യയുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നത്. അവിഹിതം എന്നെങ്ങനെ സുരേഷ് കുമാർ കണ്ടെത്തിയെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു. മഞ്ജു വാര്യർ അറിയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഫോണിൽ യാദൃച്ഛികമായി ദിലീപ് ഫോൺ വീട്ടിൽ വച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്ത് പരിശോധിച്ചു. ആ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു കാണുന്നു. ആ മെസ്സേജുകൾ ആരുടേതാണ് എന്ന് മഞ്ജു അന്വേഷിച്ച് പോകുന്നു. എവിടെയോ അന്വേഷണ ടീമിനോട് അന്വേഷിച്ച് പോകുന്നു. അങ്ങനെയാണ് അത് കാവ്യ മാധവൻ്റേതാണെന്ന് മഞ്ജു വാര്യർ 2012 തിരിച്ചറിയുന്നത്. 2012. അപ്പോൾ ദിലീപിൻ്റെ ഭാര്യയാണ് മഞ്ജു. ഡേറ്റൊക്കെ ഉണ്ട്. 2012 തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൽ ഒരു അണ്ടർലൈനിട്ട് കേൾക്കേണ്ടത്. അതന്വേഷിച്ച് മഞ്ജു വാര്യർ പോവുകയും ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കാണുകയും അവർ തൃശ്ശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ് എന്നിവർ കൂടെ ഉണ്ടാവുകയും വിവരങ്ങൾ ചോദിക്കുകയും അതിനുശേഷമാണ് കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ്, അതായത് ഈ നടി മഞ്ജു വാര്യരോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞതിലെ വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞതത്രേ. അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലേക്കാണ് കോടതിയിൽ പറഞ്ഞത്. അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വച്ച് ഈ ദിലീപിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ്, എന്നിട്ട് ഈ ആ വെപ്രാളം കൊണ്ടാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സുരേഷ് അതിൽ 3 പ്രാവശ്യമൊക്കെയാണ് പറയണത് ദിലീപ് സേവ് ചെയ്തിരിക്കുന്നത് എന്നതിലാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. കാവ്യയുടെ നമ്പറുകൾ 4 പേരുകളിലാണ് 4 ഫോണുകളിലായി സേവ് ചെയ്തിരുന്നത്. അതിലൊന്ന് രാമൻ എന്ന പേരിലും മറ്റൊന്ന് RUK അണ്ണൻ എന്ന പേരിലും ആയിരുന്നു.
ഇനി ഒന്നിൽ മീൻ എന്ന പേരിലായിരുന്നു. നാലാമത്തേതിൽ വ്യാസൻ എന്ന പേരായിരുന്നു. വ്യാസൻ ദിലീപിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനുമാണ്, സുഹൃത്തുമാണ്. വ്യാസൻ ഇടവനക്കാരനെയാണ് പറയുന്നത്. ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസൻ്റെ പേര് സേവ് ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. മാത്രവുമല്ല, ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണിയെ പലതവണ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പുണ്ണിയുടെ ഫോണിലും കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് 2 പേരുകളിലായിരുന്നു. ഒന്ന് ദിൽഖ എന്നാണ് പേര്. ദിൽഖ ഹിന്ദിയിൽ പറയുന്നത് ഹൃദയം എന്നാണ് ദിൽഖ എന്നുള്ളതിൻ്റെ അർത്ഥം. ഒപ്പം തന്നെ രണ്ടാമത്തെ നമ്പറിൽ ഖാദിൽ, ദിൽഖ ഖാദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ താനും കാവ്യയുമായുള്ള ബന്ധം പുറത്തറിയിക്കാതിരിക്കാനാണ് ദിലീപ് ഇത്തരം പ്രവൃത്തി ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിച്ചു. ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ആരോ ചോർത്തി കൊടുത്തത് എന്ന് സുരേഷ് കുമാർ തന്നെ പറയുന്നു. PG സുരേഷ് കുമാർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വെച്ചോ. 2012 ഭാര്യയായ മഞ്ജു വാര്യർ ഇതെല്ലാം കണ്ടെത്തി എന്ന് തന്നെ വെച്ചോ. കൂട്ടുകാരികൾ സടകുടഞ്ഞെണീറ്റ് കണ്ടെത്തി കൊടുത്തു എന്നും വെച്ചോ. 2012 പറഞ്ഞ കണ്ടെത്തലിന് എത്ര വർഷം കഴിഞ്ഞാണ് കൊട്ടേഷൻ കിട്ടി? എത്ര വർഷം കഴിഞ്ഞാണ് നടപ്പിലാക്കുന്നത്? ഇതിനിടയിൽ എത്ര പ്രാവശ്യം കൊട്ടേഷൻ ടീമുമായി ദിലീപ് സംസാരിച്ചു? അപ്പുണ്ണിയോട് സംസാരിച്ചു, ദിലീപിൻ്റെ അനുജൻ അനൂപിനോട് സംസാരിച്ചു, ദിലീപിൻ്റെ അളിയൻ അഡ്വക്കേറ്റ് സൂരജിനോട് സംസാരിച്ചു. കൊട്ടേഷൻ്റെ അഡ്വാൻസ് എത്ര, എന്ന്, എവിടെ വച്ച്, ആര്, എപ്പോൾ കൊടുത്തു? അത് പറയണ്ടേ പ്രോസിക്യൂഷൻ? വേവുവോളമായി, ഇനി 6 ഓളം ഇരിക്കാം. അതാണ് അതിൻ്റെ ശരി എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് മാത്രം അവിടെ കോടതിയിലൊന്നും വന്നിട്ടില്ല. കാരണം 6 വർഷം എന്തോ ഉള്ള ദിലീപിൻ്റെയും അനൂപിൻ്റെയും അപ്പുണ്ണിയുടെയും സൂരജിൻ്റെയും ഒക്കെ, ദിലീപിൻ്റെ 2 സിമ്മാണ്, അങ്ങനെ എന്താ പറയുക 5 സിമ്മുകൾ, 5ഓ 6ഓ സിമ്മുകൾ, അതിലൊരു 5-6 വർഷത്തിനിടയിൽ ആരൊക്കെ എങ്ങോട്ടൊക്കെ വിളിച്ചു എന്ന് സെർച്ച് ചെയ്തതിൽ ഒരിടത്തും ദിലീപിനെ കുരുക്കാവുന്ന ഒരാളെയും ഇവർ 5 പേരും വിളിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുക, ഒരു കാര്യം വന്നപ്പോൾ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഒക്കെ ഇറങ്ങിയത് പറഞ്ഞില്ലേ. രസമാണ് കാര്യങ്ങൾ. നമുക്ക് നാളെ ഒരു 11-12 മണിയാകുമ്പോൾ അറിയാം ആ കേസിൻ്റെ വിധി. അതിൽ കൂടുതൽ പറയുന്നത് കോടതി അലക്ഷ്യമാവും. അപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഏഷ്യാനെറ്റ് ന്യൂസിന് അടച്ചിട്ട കോടതിക്കകത്തുള്ള വാദമുഖങ്ങൾ എങ്ങനെ കിട്ടി? ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും അത് അന്വേഷിക്കണ്ടേ? അടച്ചിട്ട മുറിയിൽ നിന്ന് അത് ലീക്കായെങ്കിൽ ഏത് വഴി ലീക്കായി എന്ന് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാനൊക്കെ എളുപ്പ വഴിയുണ്ട്. ഈ കോടതിയിൽ വിധി വന്നോട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, പ്രിയപ്പെട്ട ദിലീപേ, ഞാനിപ്പോൾ ഒരു 4-5 മാസമായി ദിലീപുമായിട്ട് സംസാരിച്ചിട്ട്. ഞാൻ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുന്നു, ദിലീപേ, കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ കുറേ പേരെ ഞാൻ പുള്ളി തൊട്ട് വച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ താങ്കളൊരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. അത് നിങ്ങളെ എന്തോ ചാലക്കുടിയിലൊരു തിയേറ്റർ ഉണ്ടല്ലോ, ഡി സിനിമ, അത് വിറ്റിട്ടായാലും ശരി, കോടതിയിൽ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്ത് ഒരു 8-10 എണ്ണത്തിനെങ്കിലും കോടികൾ കിട്ടത്തക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തകർത്തില്ലേ, നിങ്ങളുടെ കരിയർ തകർത്തില്ലേ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ തകർത്തില്ലേ? നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ, അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ മോശക്കാരാക്കിയില്ലേ? 10 കോടി രൂപ വെച്ച് ഒരു 7 എണ്ണത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാനനഷ്ട കേസ് കാവ്യയും കൊടുക്കണം എന്ന് ഞാൻ പറയുന്നു. കാരണം ഇനി കേരളത്തിൽ ഇതുപോലൊരു ഡ്രാമ കളിക്കരുത്. അതിനുവേണ്ടി ദിലീപ് തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.